കേരള കാർഷിക സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥിക്ക് ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാൻ അവസരം നൽകാത്ത സംഭവത്തിൽ മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ ഇടപെടൽ 10 ദിവസത്തിനകം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വിസിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. തമിഴ് ദളിത് വിദ്യാർത്ഥി ടി രാജേഷിനാണ് പ്രബന്ധം സമർപ്പിക്കാൻ അവസരം നൽകാതെ സർവകലാശാല അധികൃതരുടെ മാനസിക പീഡനം ഏൽക്കേണ്ടി വരുന്നുവെന്നും ആരോപണമുണ്ട്. ഗവേഷണ പ്രബന്ധം സമർപ്പിക്കുന്നതിന് വകുപ്പ് മേധാവി തടസ്സം നൽകുകയാണെന്ന് ആരോപിച്ച് 3 മാസം മുമ്പാണ് കാർഷിക സർവകലാശാലയിലെ പ്ലാന്റ് ബ്രീഡിംഗ് ജനറ്റിക് വിഭാഗം ഗവേഷകൻ ടി രാജേഷ് പരാതിയുമായി രംഗത്തെത്തിയത്. തനിക്ക് പ്രബന്ധം സമർപ്പിക്കാൻ അവസരം നൽകാതെ പീഡിപ്പിക്കുകയാണെന്നും ഈ നില തുടർന്നാൽ രോഹിത് വെമുലയുടെ ഗതി തനിക്കുണ്ടാകുമെന്നും വിസിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2 മാസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്നും രാജേഷിന് പ്രബന്ധം സമർപ്പിക്കാൻ അവസരം നൽകുമെന്നും സർവകലാശാല അധികൃതർ അന്ന് ഉറപ്പു നൽകി. എന്നാൽ 3 മാസമായിട്ടും ഒരു നടപടിയുമില്ലാത്ത ഘട്ടത്തിലാണ് മന്ത്രി വി എസ് സുനിൽകുമാർ വിഷയത്തിൽ ഇടപെട്ടത്. 10 ദിവസത്തിനുള്ളിൽ പ്രബന്ധം സമർപ്പിക്കാൻ അവസരം നൽകണമെന്ന് മന്ത്രി വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകി. എനിക്ക് ഈ പരാതി കിട്ടിയ ഉടനെ തന്നെ വിസിയോട് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഞാൻ വിസിയായിട്ട് സംസാരിച്ചിരുന്നു. ഏതായാലും രോഹിത് വെമുല ആവർത്തിക്കുന്നതിന് ഒരു കാരണവശാലും ഗവൺമെന്റ് ഒരു ഇവിടെ അങ്ങനെ ആവർത്തിക്കാൻ അനുവദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് 10 ദിവസത്തിനകത്ത് തന്നെ വിദ്യാർത്ഥിയുടെ PhD കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥിക്ക് നീതി നിഷേധിച്ചുമായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് വീഴ്ചയുണ്ടായതായി സർവകലാശാല നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു. ഈ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.